ഹായ് എവരിവൺ. വീഡിയോയിൽ ബിസിനസ് റെഗുലേഷൻ BBAയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ഓരോ ഭാഗങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയും നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ. ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് മൈൻഡോട് കൂടിയിട്ട് എക്സാമിനെ കാണാം. സോ നമുക്ക് വീഡിയോയിട്ട് കടക്കാം. വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. സോ മൊഡ്യൂൾ 1 BCOMൻ്റെ പോലെയല്ല BBAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസീസ്, അതേപോലെ ചില ടെക്നിക്കൽ ടേംസുകൾ, അതിനൊക്കെയാണ് കൂടുതലായിട്ട് നിങ്ങളുടെ ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത മൊഡ്യൂൾ 5 മൊഡ്യൂളുണ്ട്. 5 മൊഡ്യൂള് ഫസ്റ്റ് ഇൻട്രോ പോലത്തെ ഒരു മൊഡ്യൂളും സ്പെഷ്യൽ കോൺട്രാക്ട്സും ഉണ്ട്. കൂടാതെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കൂടാതെ കോമ്പറ്റീഷൻ ആൻഡ് ഇൻഫോർമേഷൻ ലോ. ഇത്രയാണ് നിങ്ങൾക്ക് ബിസിനസ് റെഗുലേഷനിൽ പഠിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് എസ്സേക്ക് കൂടുതൽ ചാൻസ് നോക്കുകയാണെങ്കിൽ എസ്സേ വരുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലായിട്ട് എസ്സേ. നല്ല എന്തായാലും ഷുവറായിട്ട് നമുക്ക് ചോദിക്കും എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ രീതിയിലുള്ള എസ്സേസ് വരുന്നത് ഒന്ന് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിയാണ്. അത് നന്നായിട്ട് പഠിച്ചു പോവുക കേട്ടോ. കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിയിൽ നിന്ന് സ്ഥിരമായിട്ട് എസ്സേ ചോദിക്കാറുണ്ട്. അത് ഏത് രീതിയിലാവാം, ഏജൻറ്റിൻ്റെ ഡ്യൂട്ടീസ്, റൈറ്റ്സ്, ആ രീതിയിൽ ചോദിക്കാറുണ്ട്. കൂടാതെ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്താണ്, അതേപോലെ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്താണ്, റൈറ്റ്സ് ഓഫ് ഇൻഡെംനിഫയർ, റൈറ്റ്സ് ഓഫ് ഇൻഡെംനിഫൈഡ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയുടെ ഈ ഒരു ഏരിയ നന്നായിട്ട് എസ്സേ ചോദിക്കുന്ന ഏരിയയാണ് BBAക്കാർക്ക്. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി, അതിൽ തന്നെ ഏജൻറ്റിൻ്റെ ഡ്യൂട്ടീസ്, റൈറ്റ്സ്, കാര്യങ്ങൾ, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി, ഇത്രയും ഭാഗം കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു പോയിരിക്കണം. ഇതൊന്നും ഒരു എസ്സേ എന്തായാലും വരും. പിന്നെ അടുത്ത ഒരു എസ്സേ വരുന്നത് ഡാമേജസിനെ കുറിച്ചിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ഏരിയ. പിന്നെ അതാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നൊരു എസ്സേ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഒന്ന് കൈൻഡ്സ് ഓഫ് ഡാമേജസ് എന്താണ്, റൂൾസ് റിഗാർഡിങ് ഡാമേജസ്, ഷോർട്ടും പാരഗ്രാഫ് എസ്സേയും പ്രതീക്ഷിക്കാം. അപ്പോൾ ഡാമേജസ് എന്നുള്ള ഏരിയ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അൺപെയ്ഡ് സെല്ലറും അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ കൺസ്യൂമർ റിഡ്രസൽ ഏജൻസീസിനെ കുറിച്ചിട്ട് പാരഗ്രാഫ് ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേ ചോദിക്കാം. പിന്നെ മൊഡ്യൂൾ 5 നമ്മൾ പാരഗ്രാഫായിട്ട് ചോദിക്കുന്ന സാധനം തന്നെ എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഈ കോമ്പറ്റീഷൻ ആൻഡ് ഇൻഫോർമേഷൻ ആക്ട് ഉണ്ടല്ലോ, കോമ്പറ്റീഷൻ ആക്ട്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കോമ്പണൻസും കൂടി ചേർത്തിട്ട് ഒരു എസ്സേ ആയിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടെ എസ്സേക്ക് കൂടുതൽ ചാൻസ് ഉള്ള ഏരിയ. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത് മറ്റേ ഇപ്പോൾ BCOMനൊക്കെ ആണെങ്കിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും അതിൻ്റെ റെമഡീസ് അവൈലബിൾ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, അങ്ങനെയുള്ള ഏരിയയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്, കാരണം ചോദിക്കുകയാണെങ്കിൽ ഇത്തിരി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഒന്ന് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് ആണ്, പഠിച്ചു പോക്കോളൂ. എന്നാലും ഇതൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഇനി നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കോൺസെൻസസ് ആഡ് ഐറ്റം, അങ്ങനെ കുറേ ടെക്നിക്കലായിട്ടുള്ള, അതായത് ചില വേർഡ്സിൽ നിന്ന് ലാംഗ്വേജിൽ നിന്ന് എടുത്തിട്ടുള്ള ലോ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ വേർഡ്സുകളുണ്ട്. അത് എന്തൊക്കെയാണോ നിങ്ങളുടെ ആ സബ്ജക്ട്സിലെ ബിസിനസ് റെഗുലേഷനിലുള്ളത് അത് മൊത്തത്തിൽ അങ്ങ് പഠിക്കാം. അതിലൊന്ന് കോൺസെൻസസ് ആഡ് ഐറ്റം ഉണ്ട്, സൂമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, വോയിഡ് ആബ് ഇനീഷ്യോ ഉണ്ട് അല്ലേ. അതേപോലെ കവീറ്റ് എംപ്റ്റർ എന്നുള്ളൊരു ടേം ഉണ്ട്. കവീറ്റ് എംപ്റ്റർ എന്തായാലും പഠിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ടേംസുകൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അതൊരു ഷോർട്ടായിട്ടോ
അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പാരഗ്രാഫായിട്ടോ ചോദിക്കാം. പിന്നെ കോൺട്രാക്റ്റ് എന്താണെന്ന് ചോദിക്കാം. ഇതിൽ ഷോർട്ട് എന്ന് കൊടുത്തിട്ടുള്ള 2 മാർക്കിൻ്റെയാണ്. ഇനി ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ് ഉണ്ട്, അത് മൊത്തത്തിൽ പഠിച്ചു വയ്ക്കുക. ഓൺ ദ ബേസിസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഓരോന്നും ചിലപ്പോൾ അതിന്ന് ഒരെണ്ണം 2 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ ഓൺ ദ ബേസിസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കാറ്റഗറി എടുത്തിട്ട് അതൊരു പാരഗ്രാഫായിട്ട് ചോദിക്കാം. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരും, അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഇങ്ങനെ ഈ കോൺസെൻസസ് ഐഡം, സൂമോട്ടോ, വോയിഡ് ആബിനീഷ്യോ അങ്ങനെയുള്ള ടേംസുകൾ, ലോ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ടേംസുകൾ പഠിച്ചു വയ്ക്കുക. പിന്നെ കമ്പാസിറ്റി ടു കോൺട്രാക്റ്റ് ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് ഓഫേഴ്സിൽ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ടൈപ്സ് ഓഫ് ഓഫേഴ്സ് മൊത്തത്തിൽ പഠിക്കുക. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ഓഫർ, ആക്സെപ്റ്റൻസിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് പഠിക്കുക. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫ്രീ കൺസെൻറ്റ് എന്താണ്, അത് എപ്പോഴാണ് ഫ്രീ അല്ലാതിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പാരഗ്രാഫായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കൊയേർഷൻ, മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ്, മിസ്റ്റേക്ക് ഇങ്ങനെയുള്ള ടേംസുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഷോർട്ട് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ എന്തെങ്കിലും ഫീച്ചേഴ്സോ കാര്യങ്ങളോ ചോദിക്കുകയാണെങ്കിൽ ഒരു പാരഗ്രാഫ് രീതിയിൽ. പിന്നെ ഡ്യൂറസ് ചോദിച്ചിട്ടുള്ളതാണ്. വെയ്വർ എന്താണെന്ന് ഷോർട്ട് ചോദിച്ചിട്ടുള്ളതാണ്. റിസേഷൻ ചോദിച്ചിട്ടുണ്ട്. കൺസിഡറേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കൺസിഡറേഷൻ. പിന്നെ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷനും പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റും പഠിച്ചു വയ്ക്കുക. പിന്നെ സ്ഥിരമായിട്ട് എന്തെങ്കിലും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. റെഗുലേഷൻ്റെ പേപ്പറിൽ സ്ഥിരമായിട്ട് മിനിമം ഒരു 2 ഐറ്റംസ് തമ്മിലുള്ള ഡിഫറൻസ് എങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പോൾ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും ആദ്യത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഇതേപോലെ ഇട്ടിട്ടുണ്ട് ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, കൊയർഷൻ, അണ്ടി ഇൻഫ്ലുവൻസ്, അങ്ങനെ വോയിഡ് കോൺട്രാക്ട്സ്, വോയിഡബിൾ കോൺട്രാക്ട്സ്, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ലൂസിഡ് ഇൻ്റർവെൽ എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ. പിന്നെ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ്, പേഴ്സൺ നോട്ട് കോമ്പിറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്ട്സ്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ഓബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ, എപ്പോഴാണ് അൺലോഫുൾ ആയിട്ട് മാറുന്നത്, അത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ എഗ്രിമെൻറ്റ്, മൈനർ എഗ്രിമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയ റൂൾസ്, കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ഓഫർ എപ്പോഴാണ് ലാപ്സ് ആവുന്നത്, അങ്ങനെയുള്ളത്. മോഡ്സ് ഓഫ് ഡിസ്ചാർജ്, ഇങ്ങനെ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് പലതരത്തിലുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൻ്റെ പോർഷൻ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ? എല്ലാ മൊഡ്യൂളിലും ചെയ്യേണ്ട കാര്യം ഒന്ന്, ഇങ്ങനെയുള്ള ഈ കോൺസെൻസസ്, ആഡ് ഐഡം അങ്ങനെയുള്ള ടേംസുകൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ട നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. കൂടാതെ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്, ആ ഏരിയ കാര്യമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ 2 മാർക്കിന് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഏരിയയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും റെമഡീസും, അതിൻ്റെ റെമഡീസ് അവൈലബിൾ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ഈ സ്പെഷ്യൽ കോൺട്രാക്ട്സ്, അതിലും ഒരുപാട് ഇമ്പോർട്ടൻറ്റ്. വേജർ എന്താണെന്ന് ചോദിക്കാം, ഫീച്ചേഴ്സ് ഓഫ് വേജറിങ്, അങ്ങനെ കണ്ടിജൻറ്റ് കോൺട്രാക്ട്സും വേജറിങ് കോൺട്രാക്ട്സും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. പിന്നെ കോസി കോൺട്രാക്ട്സും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഗ്യാരണ്ടീൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സുകൾ ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ബെയിൽമെൻറ്റ് എന്താണ്, കൈൻഡ്സ് ഓഫ് ബെയിൽമെൻറ്റ് പഠിച്ചു വയ്ക്കുക. ബെയിലർ, ബെയിലി, ബെയിൽമെൻറ്റും പ്ലെഡ്ജും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കുക. കണ്ടീഷനും വാറണ്ടിയും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം ഡിഫറൻസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റ് എന്താണ്, സബ് ഏജൻറ്റ്. പിന്നെ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി, വാറണ്ടിയെ കുറിച്ച്, അതിൻ്റെ ഫീച്ചേഴ്സ്, പാർട്ടീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി, ഈ ഇൻഡെംനിറ്റിയൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, കവർ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ ബെയിലർ, ബെയിലി, അവരുടെ ഡ്യൂട്ടീസ്, ഷുവർട്ടീൻ്റെ ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി മൊഡ്യൂൾ 3 വരുമ്പോൾ
അൺപെയ്ഡ് സെല്ലർ എന്താണെന്ന് പഠിച്ചു വയ്ക്കണം. അൺഅസേർട്ടൈൻ ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ്, എക്സംപ്ലറി ഡാമേജസ്. ഇനി ഗുഡ്സ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം ഗുഡ്സ് എന്താണ്, ക്വാണ്ടം മെറിറ്റ് എന്താണ്, ഓപ്ഷൻ സെയിൽ എന്താണെന്ന്, ഇതൊക്കെ 2 മാർക്സിന് ചോദിക്കാം. കവി ടെംപ്റ്റർ എന്താണെന്ന് പഠിച്ചു വയ്ക്കാം. വാറണ്ടി എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം വാറണ്ടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, പാരഗ്രാഫ് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ, പിന്നെ സെയിലും എഗ്രിമെൻ്റ് ഓഫ് സെയിലും തമ്മിലുള്ള വ്യത്യാസം, ഒരു ഫ്രേസ് നെമോ ദാറ്റ് കോട്ട് നോൺ ഹാബിറ്റ്, അതിൻ്റെ എക്സെപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അൺപെയ്ഡ് സെല്ലറും അതിൻ്റെ റൈറ്റ്സ്, ഡാമേജസ്, റൂൾസ് റിഗാർഡിംഗ് ഡാമേജസ്, ഇതൊക്കെ എസ്സേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ദെൻ മൊഡ്യൂൾ 4 നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. എസ്സേക്ക് ചിലപ്പോൾ വരാം, എന്നാലും കൂടുതൽ ഏരിയ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ബികോമിനാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ കാര്യമായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ അത്യാവശ്യം നല്ല ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഏരിയയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കവർ ചെയ്യേണ്ടി വരും. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്താണ്, കൺസ്യൂമർ എന്താ, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്, ദെൻ റൈറ്റ് ഓഫ് ഇൻഫോർമേഷൻ ആക്ടിൻ്റെ അതിൻ്റെ ഓബ്ജക്റ്റീവ്സ്, അതിൻ്റെ സ്കോപ്പ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സ്കോപ്പും ഓബ്ജക്റ്റീവ്സ്, ദെൻ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് പഠിച്ചു വയ്ക്കുക. പബ്ലിക് അതോറിറ്റി അണ്ടർ RTI, ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പാരഗ്രാഫ് ചോദിക്കാം. ദെൻ മാനർ എ കംപ്ലയിൻറ്റ് ഷോൾ ബി മെയ്ഡ് വിത്ത് ഡിസ്ട്രിക്റ്റ് ഫോറം, എങ്ങനെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം എന്നുള്ളതും, കൺസ്യൂമർ റിഡ്രസൽ ഏജൻസിനെ കുറിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എസ്സേ ചോദിക്കാം. ഇതാണ് മൊഡ്യൂൾ 4 വരുന്നത് കേട്ടോ. ദെൻ മൊഡ്യൂൾ 5 ആവശ്യത്തിന് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കോമ്പറ്റീഷൻ ആക്ട് പഠിച്ചു വയ്ക്കൂ, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കോമ്പണൻസും. ഒരു പ്രാവശ്യം ഫീച്ചേഴ്സും കോമ്പണൻസും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓബ്ജക്റ്റീവ്സും കോമ്പണൻസും എല്ലാം കൂടി ചേർത്ത് ഒരു എസ്സേ കോമ്പറ്റീഷൻ ആക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. RTI ആക്ടിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് റെഡിയാവും. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ടിനെ കുറിച്ച് പഠിച്ചിരിക്കണം, അതിൻ്റെ ഫീച്ചേഴ്സും കോമ്പണൻസ്, പിന്നെ പഠിക്കേണ്ടത് RTI ആക്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധ്യതകൾ 3 ഉണ്ട്, 2 ഉണ്ട്, അതേപോലെ 1, ഇത്രയും ചാപ്റ്റേഴ്സ് കൂടുതലായിട്ട്. അതേപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, കാര്യമായിട്ട് ചോദിക്കാറുണ്ട്. നന്നായിട്ട് ഇത്രയും ഏരിയാസ് കവർ ചെയ്യുക, പഠിച്ച് നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു.